മുന്നേ വളരെ കുട്ടിക്കാലത്ത് നിന്നേ റിമി ഇങ്ങനെ ആയിരുന്നു എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. റിമിക്കൊരു റിമാർക്കബിൾ ചേഞ്ച് വന്ന ഏതെങ്കിലും ഒരു പീരീഡ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഒരു കാതലായ മാറ്റം, ഇത്തരമൊരു വളരെ ബബ്ലി ആയിട്ടുള്ളൊരു കുട്ടി അതിൽ നിന്നും ഇത്രയും ഒരു പവർ ഹൗസ് ടാലൻറ്റ്, പവർ ഹൗസ് എനർജി അതിലേക്ക് മാറുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അതിലേക്ക് വളർത്തിയെടുത്ത ഒരാൾ സ്വയം മാറിയതോ ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനുപേനം വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചേ. നല്ല മനുഷ്യനുമാ. ഓ, അപ്പോൾ നമ്മളൊന്നും അല്ല. അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞ പോലെ എന്ത് മെസ്സേജ് അയക്കോ കോൾ ചെയ്ത് എത്ര തിരക്കുണ്ടോ എനിക്ക് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അതേപോലെ ഒരു പിള്ളേരൊക്കെ എത്ര മെസ്സേജ് അയച്ചു ഇന്നേ വരെ അനുപേനം തിരിച്ചയച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോയും കൂടെ അയച്ചു കൊടുക്കണം. അയ്യോ അനുവേട്ടാ, സോറി ഏട്ടാ. റിമി ടോമി മേക്ക് ഓവർ എന്ന് വെച്ചാൽ ഞാനേ റിമിയെ കണ്ടിട്ടുള്ളത് എപ്പോഴാന്ന് വെച്ചാൽ 2002-2003 കാലഘട്ടത്തിൽ കൈരളി ടി വിയിൽ ഡുണ്ടുണ്ടും PPP ഒരു കൊച്ചു പെണ്ണ് വരും, ഒരു 2 തുള്ളൊക്കെ തുള്ളിയിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് കാണാൻ. നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ ഞങ്ങളുടെ ഈ കനവിലും നിലവിലും എളിയേ നീ കണ്ടുകൊണ്ടൊരു കഥ എഴുതി. കനവിലും നിലവിലും എളിയേ നീ കണ്ടുകൊണ്ടൊരു കഥ എഴുതി. അഴകൊഴുകും മൊഴികളുമായി, അഴകൊഴുകും മൊഴികളുമായി. എന്തൊരു ഇതല്ലേ അത്. വയസ്സും കൂടി ഒന്ന് ആലോചിക്കണം. നമ്മളെല്ലാവരുടെയും സ്റ്റാർട്ടിങ് കരിയറിൽ ഞാനിപ്പോ പാലായിൽ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചേക്കുന്ന ഒരാളാണ്. ഇന്നത്തെ പോലെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാനോ ഇത്രയും മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കാനോ ഒന്നുമുള്ള നമുക്കിതില്ല. പക്ഷെ അതിലൊരു 15 വയസ്സിന്റെ ഒരു ഇതാണ് നിങ്ങൾ കണ്ടത്. പതുക്കെ പതുക്കെയല്ലേ നമ്മളത് ഇതെല്ലാം വരുള്ളൂ. ഈ റിമി ടോമിയാണ് ഞാൻ 2002-2003 ആദ്യം കൈരളിയുടെ റിമിയുടെ കണ്ണും നനഞ്ഞല്ലേ. അല്ലല്ല, എനിക്ക് അതൊരു ഓർമ്മ. ആനന്ദാശ്രുക്കൾ ഇപ്പൊ കണ്ടോ എന്റെ സെറ്റിൽ വന്നിട്ട് ആൾക്കാർ കരയുന്നത് എന്തുകൊണ്ടാണ്? സന്തോഷം കണ്ടെന്ന് മനസ്സിലായില്ലേ? കരഞ്ഞു ഞാൻ. സന്തോഷം. ഇത് ആനന്ദാശ്രു തന്നെയാണ്. ഇത് ദുഃഖത്തിന്റെ ഇതൊന്നും അല്ല. ഈ ജോൺ ബ്രിട്ടാസ് ഇത് സാധു നോക്കൂ, ഒരാളെ അവര് കരയുന്നുണ്ടെങ്കിൽ അവര് സന്തോഷം കൊണ്ട് കരയും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ടിവിയിൽ ഇരുന്ന് ഇങ്ങനെ കരയാൻ. പക്ഷെ റിമിക്ക് അവര് വിചാരിക്കുന്ന വ്യത്യസ്തമായിട്ട് അതൊരു വലിയ പ്രശ്നം. എനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താനും പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമല്ല ആൾക്കാരെ കാണിച്ചിങ്ങനെ സഹതാപത്തിന്റെ കണ്ണീര് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ മനുഷ്യരായി പോയി. മൂക്ക് ചീട്ടണമെങ്കിൽ ചീട്ട്, ഇപ്പൊ ആയിട്ടില്ല. ഇതാണ് ഈ റിമി ടോമി. ഒരു പക്ഷെ അനൂപേന ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. അതായത് റിമി കണ്ണീരങ്ങ് വന്നോട്ടൊരു കുഴപ്പമില്ല, നീ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ല. ഇത്രയും ഭാഗം ഒലിച്ച് മേക്കപ്പ് മേക്കപ്പ് ഒന്നും കുഴപ്പമൊന്നുമില്ല. സൗന്ദര്യത്തിലൊന്നും യാതൊരു മാറ്റം സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ചേട്ടാന്ന് വിളിക്കും, സാറെന്ന് വിളിക്കും. സ്നേഹം കുടുംബം അറിയാണ്ട് ചേട്ടാന്ന് വിളിച്ചു. സാറിന് ഒരിക്കലും ആത്മബന്ധത്തിന് ഇത് വരത്തില്ല. എന്ത് കുന്തെങ്കിലും വിളിക്കുക. റിമി അനൂപ് മേനോൻ പറഞ്ഞൊരു കാര്യം, ഒരു മേക്ക് ഓവർ. ഒരു പക്ഷെ റിമി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പഴയതിലേക്ക് വന്നു. വ്യാഴവട്ടം. ഒരു വ്യാഴവട്ടം കൊണ്ട് റിമിക്കുണ്ടായ മാറ്റം ഒരു പക്ഷേ റിമിയുടെ ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. വേണമെങ്കിൽ അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ വേണേൽ റിമി അതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും വേണേൽ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഒരു പക്ഷേ മലയാള എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം മേക്ക് ഓവർ ചെയ്ത ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച്, വലിയൊരു മാറ്റം, അത് ആ രൂപങ്ങളിൽ നിന്ന് തന്നെ റിമിക്ക് തന്നെ ഓരോ രൂപം കാണുമ്പോൾ റിമിക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും.
എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അനൂപ് ചോദിച്ചത്. സംസാരത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല. കാരണം എൻ്റെ സ്കൂളിൽ പഠിച്ച പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്കൂളിൽ എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഡും പി പി പിയിൽ നിന്ന് ഒന്നൊന്നും മുന്നോട്ട് വന്ന അവതാരകയിൽ ഒരുപാട് മാറ്റം വന്നു. കാരണം ഏത് കാര്യവും ഏത് പ്രൊഫഷനും കൈരളിയിൽ ഫസ്റ്റ് ഞാൻ വന്നിട്ട് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗാൻവിൻ്റെ ഓഡിഷനിൽ ഞാൻ വന്നിരുന്നു. അതും പറയണം, ഫസ്റ്റ് ചിങ്ങമാസം എന്ന പാട്ട് ഹിറ്റായതുകൊണ്ട് മാത്രമാണ് കൈരളിക്കാർ ഈ ഡും പി പി അവതരിപ്പിക്കാൻ ഓക്കെ ചിങ്ങമാസം ഫെയിൻ മീശമാധവൽ പാടിയ കുട്ടിയാണ് കേട്ടോ. മീശമാധവൽ പാടിയ കുട്ടിയാണ്. അപ്പം നാദൃഷികയുടെ കൂടെ നിർത്തിക്കോ എന്ന് കൈരളി ഈ ചാനൽ അനുവദിച്ചത്. പക്ഷേ ഈ ചാനൽ അത് അനുവദിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യം ഞാൻ അവതരിപ്പിച്ച പരിപാടിയും ഡും പി പി ആണ്. സംസാരത്തിൽ ഒത്തിരി മാറ്റം വന്നു. ഒരു മോശം ഉണ്ടായില്ല കണ്ടോ, കൈരളിയുടെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എന്തൊരു വളർച്ചയെന്ന് നോക്ക്. ഈ അനൂപ് തന്നെ കൈരളിയിൽ ശുഭദിനത്തിലൂടെ വന്നയാളാണ്. ശരി ശരി മോർണിംഗ് ഷോ പ്രോഗ്രാമിലെ ആങ്കർ ആയിരുന്നു.